സ്വപ്നങ്ങൾക്ക് ചങ്ങലകൾ ഇടാത്ത ചങ്കൂറ്റമുള്ള എൻ്റെ പ്രിയപ്പെട്ട PSC ഉദ്യോഗാർത്ഥികളെ, ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഞാൻ ഒരു വാക്ക് തരാം. ഈ വീഡിയോ നിങ്ങൾ ക്ഷമയോടുകൂടി പൂർണ്ണമായി കാണുകയാണെങ്കിൽ ഏറ്റവും ഡിഫിക്കൽട്ട് എന്ന് വിധി എഴുതപ്പെട്ടിട്ടുള്ള PSC പരീക്ഷകളുടെ ഡിഗ്രി ലെവലിലുള്ള പരീക്ഷകൾ എങ്ങനെ ക്രാക്ക് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് കൃത്യമായ അവബോധം ഉണ്ടാവും. നിങ്ങളുടെ ഇപ്പോഴുള്ള കോൺഫിഡൻസ് ലെവൽ 100 ടൈംസ് ആയിരിക്കും. അത് ഞാൻ നിങ്ങൾക്ക് തരുന്ന വാക്കാണ്. ഈ വാക്ക് എനിക്ക് പാലിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്യാം. പക്ഷേ ഈ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളൊരു സുഹൃത്തിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ ഈ ഒരു ചെറിയ ലേണിംഗ് എക്കോസിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സോ വീഡിയോയിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് PSCയിലെ ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ള 2 പോസ്റ്റുകൾ. ഈ പോസ്റ്റുകൾക്ക് എങ്ങനെയാണ് ഏറ്റവും ഈസി ആയുള്ള രീതിയിൽ ഏറ്റവും കോൺഫിഡൻസോട് കൂടി പഴുതടച്ച് പ്രിപ്പറേഷൻ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇന്റഗ്രേറ്റഡ് ആയിട്ട് ഒറ്റപ്പടനം 2 പരീക്ഷകൾക്ക് എങ്ങനെ സ്മാർട്ടായി ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇപ്പോൾ റൺ ചെയ്യുന്ന സെക്രട്ടേറിയറ്റ് KAS കോംബോ ബാച്ച്, കേരളത്തിലെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള KAS സെക്രട്ടേറിയറ്റ് ബാച്ച് ആണത്. നിങ്ങൾക്ക് ആ ബാച്ചിലേക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ മെന്റേഴ്സുമായി സംസാരിക്കാം. ഓക്കെ, സോ ആ ബാച്ചിൽ ഞാൻ യൂസ് ചെയ്ത് ഇപ്പോൾ സക്സസ്ഫുൾ ആയിക്കൊണ്ടിരിക്കുന്ന സ്ട്രാറ്റജിയാണിത്. നിങ്ങൾ സെൽഫ് പ്രിപ്പറേഷൻ നടത്തുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ സ്ട്രാറ്റജി യൂസ് ചെയ്യാം. ഇത് എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ ഉയർന്ന റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ എന്നെ ഹെൽപ്പ് ചെയ്ത മാതൃകയാണിത്. കഴിഞ്ഞ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷയിലും പ്രിലിംസിന്റെ എനിക്ക് നല്ല രീതിയിൽ മാർക്ക് കൂടുതലുണ്ടായിരുന്നു. 77 മാർക്കാണ് കട്ട് ഓഫ്, എനിക്ക് 93 മാർക്ക് ഉണ്ടായിരുന്നു. എക്സ്ക്ലൂസീവ് ആയിട്ട് ഇത് തയ്യാറെടുക്കാതെ തന്നെ എനിക്ക് ഇത്രയും മാർക്ക് കിട്ടി. മെയിൻസ് പരീക്ഷയിലേക്ക് വന്നപ്പോഴും നമുക്കറിയാലോ, പ്രിലിംസിന്റെ റിസൾട്ട് വന്നിട്ടാണ് മെയിൻസിന് എല്ലാവരും തയ്യാറെടുക്കുക. അതുകൊണ്ട് തന്നെ മെയിൻസ് പരീക്ഷയ്ക്കും എനിക്ക് പാസ്സാവാൻ കഴിഞ്ഞില്ലെങ്കിലും ആ 2 മാസത്തെ പ്രിപ്പറേഷൻ കൊണ്ട് അത്യാവശ്യം മാർക്ക് നേടാൻ സാധിച്ചിരുന്നു. ഈ സ്ട്രാറ്റജി തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്ട്രാറ്റജി നിങ്ങൾ 1 വർഷം യൂസ് ചെയ്യുകയാണെങ്കിൽ കൃത്യമായി നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ ടോപ്പ് അടിക്കാൻ പറ്റും. സോ ഞാൻ എൻ്റെ ലൈഫിൽ പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണിത്. ഇപ്പോൾ എൻ്റെ ബാച്ചസിനും പഠിപ്പിക്കുന്ന ഇതേ രീതിയിലാണ്. ഇന്നത്തെ ക്ലാസ് നോട്ട്സ് നിങ്ങൾ കംപ്ലീറ്റ് ആയി നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കിട്ടും. ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തേക്കാം. ഡെയിലി അവിടെ തരുന്ന മോക്ക് ടെസ്റ്റുകൾ മിസ് ഔട്ട് ചെയ്യരുത്. ഇത്തരത്തിലുള്ള സ്റ്റഡി പ്ലാനും PDF നോട്ട്സും നഷ്ടപ്പെടുത്തരുത്. നിങ്ങളുടെ PSC യാത്ര കുറെ സ്മൂത്ത് ആക്കാൻ അത് സഹായിക്കും. അപ്പോൾ ഒന്നാമതായി എനിക്ക് നിങ്ങളുടെ പറയാനുള്ള ഒരു കാര്യം, ഡിഗ്രി ലെവൽ ഒരു ബാലികേറാമരയല്ല, ഏറ്റവും എളുപ്പമുള്ള പരീക്ഷകൾ ഒന്നാണ്. ബിക്കോസ് കോമ്പറ്റീഷൻ ഫുൾ 10th +2 ലെവൽ പരീക്ഷകളിലാണ്. ഡോക്ടറേറ്റ് ഉള്ള ആൾക്കാർ പോലും കോമ്പീറ്റ് ചെയ്യുന്നത് അവിടെയാണ്. കാര്യം PSC ഡിഗ്രി ലെവൽ എന്തോ വലിയ സംഭവമാണെന്നുള്ളത് തെറ്റിദ്ധാരണയിൽ അങ്ങോട്ടേക്ക് ആരും മൈൻഡ് ചെയ്യാറില്ല. ഫസ്റ്റ് നിങ്ങൾക്ക് വേണ്ടത് കോൺഫിഡൻസ് ആണ്, അല്ലെ? ഞാൻ നിങ്ങളുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് കാണിച്ചിട്ടെ. കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനുള്ള ഒരു മാന്ത്രിക വാക്യം, ഒരു മാജിക് വേർഡ് ആണ് AP+KK. ആഴത്തിൽ പഠിക്കുക, കറക്കി കുത്തുക. സിലബസ് നമ്മൾ അത്യാവശ്യം നന്നായിട്ട് പഠിക്കണം, പക്ഷെ സ്മാർട്ട് വർക്കിൽ കൂടെ കറക്കി കുത്താനും പഠിക്കണം. കഴിഞ്ഞ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലെ ഡിഫിക്കൽട്ട് ആയ കുറച്ച് ചോദ്യങ്ങൾ നമുക്കൊന്ന് കറക്കി കുത്തി ഉത്തരത്തിലേക്ക് എത്തിയാലോ? ഇതുവഴി നിങ്ങളുടെ കോൺഫിഡൻസ് ബിൽഡ് ആയിട്ടാണ് നമ്മൾ ഇനി പറയാൻ പോകുന്ന സ്ട്രാറ്റജിയിലേക്ക് നമ്മൾ പോകേണ്ടത്. ഈ ഒരു ചോദ്യം നിങ്ങൾ നോക്കുക. ഒന്നാമത്തെ ചോദ്യം, അല്ലെ? കഴിഞ്ഞ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലെ ഒരു ചോദ്യമായിരുന്നു. ഏത് പ്രസ്താവനയാണ് ശരി എന്നാണ് ചോദിച്ചിട്ടുള്ളത്? എനിക്കൊന്ന് എല്ലാവർക്കും ഒരു കോമൺ സെൻസ് ആണ് നമുക്കിവിടെ ഉപയോഗിക്കേണ്ടത്. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം ഉണ്ടായിരിക്കും, ഇന്ത്യ ഒരു ദരിദ്ര രാഷ്ട്രമാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ലല്ലോ, ഉണ്ടോ? അല്ലെ, ഇന്ത്യ ഒരു അതിസമ്പന്ന രാഷ്ട്രമല്ല എന്നൊക്കെ എല്ലാവർക്കും അറിയാം. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ? അതായത് ചൈനയേക്കാൾ വികസിച്ച സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യക്കുള്ളതെന്നാണ് പറയുന്നത്. നമ്മുടെ മൊബൈൽ ഫോൺസും എല്ലാം ചൈനയിൽ നിന്നാണ് ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ചൈനയാണോ ഇന്ത്യയാണോ സമ്പദ് വ്യവസ്ഥയുടെ കാര്യത്തിൽ വലുത്? അപ്പൊ ഫസ്റ്റ് ഒബ്വിയസ്ലി ചൈനയാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്നുള്ളത് കോമൺ സെൻസ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. 70% ഇന്ത്യൻസ് സെൽഫ് എംപ്ലോയിഡ് ആണ്, അവർക്ക് സ്വന്തമായി ബിസിനസ് ഉണ്ടെന്നാണ് പറയുന്നത്. എന്നാൽ ഒന്ന് ആലോചിച്ചു, 70%, അതായത് നിങ്ങളുടെ ചുറ്റും ഒരു 10 പേര് ഇരിപ്പുറത്ത് 7 ആൾക്കാർക്ക് സ്വന്തമായിട്ട് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് മൈക്രോ എന്റർപ്രൈസസ് സ്വന്തമായിട്ട് ബിസിനസ് ഉണ്ട്. എന്റെ പൊന്നെ, അപ്പൊ പിന്നെ എല്ലാവരും അത്യാവശ്യം പൈസ ഉള്ള, അല്ലെങ്കിൽ ഇന്ത്യ ഒരു സമ്പന്ന രാഷ്ട്രമായി മാറണമല്ലോ അങ്ങാണെങ്കിൽ. ഇന്ത്യയിൽ ഇത് പോസിബിൾ ആണോ? 70% ആൾക്കാർ സെൽഫ് എംപ്ലോയിഡ് ആണ്, സ്വന്തമായി എന്റർപ്രൈസസ് ഉണ്ട്, ബിസിനസ് ഉണ്ടെന്നാണ് പറയുന്നത്. കോമൺ സെൻസ് ഇതിൽ തെറ്റാന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്താ പറയുന്നത്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ജോലി കൊടുക്കുന്നത് കാർഷിക മേഖലയാണെന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരുപക്ഷെ അത് അറിയില്ലെന്നിരിക്കും, അതുകൊണ്ട് മാറ്റി വെച്ചേക്കാം. എന്താ പറയുന്നത്, ഇന്ത്യയിൽ 58% ആൾക്കാർ, ഏകദേശം 60% ആൾക്കാർ മൾട്ടിനാഷണൽ കമ്പനികളിൽ, അതായത് ഈ IBM അല്ലെങ്കിൽ ഗൂഗിൾ, ഫേസ്ബുക്ക്, ജിയോ, എയർടെൽ പോലെയൊക്കെയുള്ള മൾട്ടിനാഷണൽ കമ്പനികളിൽ
ജോലി ചെയ്യുകയാണെന്നാണ് 58% ആൾക്കാർ. എന്നാൽ പിന്നെ ആർക്കും പൈസയ്ക്ക് പഞ്ഞൊന്നും കാണത്തില്ലല്ലോ. കർഷകർക്ക് എന്തിനാ പോയി ആത്മഹത്യ ചെയ്യുന്നത്? ഇത്ര ആൾക്കാർക്ക് മൾട്ടിനാഷണൽ കമ്പനികൾ ജോലി ഉണ്ടെങ്കിൽ, വിപ്രോ ഇൻഫോസിസിലൊക്കെ ജോലി ഉണ്ടെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. കോമൺ സെൻസ് ഇത് തെറ്റാണല്ലേ? സോ ബേസിക് കോമൺ സെൻസ് വെച്ച് തന്നെ നിങ്ങൾക്ക് ഇതിന് ഉത്തരം എയും ബിയും ഡിയും അല്ല എന്നുണ്ടെങ്കിൽ സിയിലേക്ക് എത്താൻ പറ്റും. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കൃഷി മേഖലയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വർക്ക് ചെയ്യാം. ഇതാണ് ഇന്റലിജന്റ് എലിമിനേഷൻ ടെക്നിക്സ്. ഇതിപ്പോ പല പേരിൽ പല ആൾക്കാരും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നമ്മളിത് പറയാൻ തുടങ്ങിയിട്ട് 1.5 വർഷത്തിൽ കൂടുതലായി. സോ ഈ ടെക്നിക്ക് യൂസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ സാധിക്കും. ഈ ഒരു ചോദ്യം അവിടെ ഇരിക്കട്ടെ. നമുക്ക് കുറച്ചും കൂടെ ഡിഫിക്കൽട്ട് ആയ ചോദ്യങ്ങളിലേക്ക് ഒന്ന് പോയാലോ? എന്റെ കൂടെ നിങ്ങൾ കട്ടയ്ക്കൊന്നും, നിങ്ങൾക്ക് എല്ലാവരുടെയും പ്രശ്നം കോൺഫിഡൻസ് ഇല്ലെന്നുള്ളതാണ്. ബുദ്ധി ഒരുവിധം എല്ലാവർക്കും ഉണ്ട്. പരീക്ഷ പാസ്സാവാനുള്ള ബുദ്ധി എല്ലാവർക്കും ഉണ്ട്. കോൺഫിഡൻസ് ആണ് ഇഷ്യൂ. അതുകൊണ്ട് ബുദ്ധി ഇത്തിരി കുറവാണെങ്കിൽ നല്ല കോൺഫിഡൻസ് ഉള്ള ആൾക്കാർ പരീക്ഷ പാസ്സായി പോകും. സോ നിങ്ങൾ ഫസ്റ്റ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക. നമുക്ക് അടുത്തൊരു ഡിഫിക്കൽട്ട് ചോദ്യം ഒന്ന് പരിചയപ്പെട്ടാലോ? KS ഒരു 4 സ്റ്റേറ്റ്മെന്റ് ഉള്ള ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യം വരുന്നത്. ഈ കൂട്ടത്തിൽ എന്താ കറക്റ്റ് ശരിയായിട്ടുള്ള പ്രസ്താവന ഈ 4 എണ്ണത്തിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ? നമ്മൾ ഓപ്ഷൻസ് നോക്കുമ്പോൾ ഒരു കാര്യം അറിയാം, 4 പ്രസ്താവനകളും ഓൾ ഓഫ് ദ അബവ് ഇല്ല. ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും മിനിമം തെറ്റാന്നറിയാം. നിങ്ങൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ജസ്റ്റ് ഒന്ന്, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ഞാൻ കോമൺ സെൻസ് മാത്രമേ പറയാം. നിങ്ങൾക്ക് ഇതിനെ പറ്റി ഒന്നും അറിയണ്ട. കോമൺ സെൻസിന്റെ അപ്രോച്ച് മാത്രമാണ് ഞാൻ പറയുന്നതിന്റെ കൂടെ നിൽക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഓപ്പോസിറ്റ് അല്ലേ? അലുവയും മത്തിക്കറിയും അല്ലേ? ഇപ്പൊ അലുവയും മത്തിക്കറി ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഒരു പക്ഷേ ഓപ്പോസിറ്റ് ആയിട്ട് തോന്നില്ലായിരിക്കും. ഇതാണ് ഫസ്റ്റ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പരസ്പര വിരുദ്ധങ്ങളല്ലേ? ഇന്ത്യൻ ഫെഡറേഷൻ ഇസ് ഇൻഡിസ്ട്രക്ടബിൾ യൂണിയൻ ഓഫ് ഡിസ്ട്രക്ടബിൾ സ്റ്റേറ്റ്. നിങ്ങൾക്ക് അർത്ഥം മനസ്സിലാക്കി വേണ്ട വിട്ടോ. ബി ആൻ ഇൻഡിസ്ട്രക്ടബിൾ യൂണിയൻ ഓഫ് ഇൻഡിസ്ട്രക്ടബിൾ സ്റ്റേറ്റ്. അതായത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും ഒരുമിച്ച് ശരിയാവാൻ പറ്റും. ഒന്ന് ശരിയാണെങ്കിൽ മറ്റേ തെറ്റാവണം, മറ്റേ തെറ്റാണെങ്കിൽ ഒന്ന് ശരിയാവണം. അത്രയും കോമൺ സെൻസ് ആണ്. ഇത് എന്താണ് അർത്ഥം എന്ന് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. പക്ഷെ പരസ്പര പൂരകങ്ങളല്ല, പരസ്പര വിരുദ്ധങ്ങളായ പ്രസ്താവനകളാണ്. സോ 1 and 2 ഒരുമിച്ച് വരുന്ന ഓപ്ഷൻസ് എല്ലാം എലിമിനേറ്റ് ചെയ്യുക. 2 എണ്ണം പോയി. അപ്പൊ ഇതിന് ഉത്തരം ഒന്നെങ്കിൽ ബി അല്ലെങ്കിൽ എ, ഏതെങ്കിലും ഒന്ന് മാത്രമേ ആവുള്ളൂ. എയിലും ബിയിലും ഒന്നുണ്ട്, 3ഉം 4ഉം ഉണ്ട്. നിങ്ങൾ വായിച്ചു നോക്കിയിട്ടില്ല ചോദ്യത്തിന്റെ ബാക്കി, എന്നിട്ട് പോലും 3ഉം 4ഉം ശരിയാണ് എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിങ്ങൾ എത്തി. എത്ര സമയം നിങ്ങൾ ലാഭിച്ചത്? ഇങ്ങനെയാണ് നമ്മൾ സയന്റിഫിക് ആയിട്ട് ചോദ്യങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത്. ഇതൊക്കെ സിവിൽ സർവീസസിൽ ഉപയോഗിക്കുന്ന ടെക്നിക്സ് ആണ്. ആ ടെക്നിക്സ് വരെ നമ്മുടെ ചാനലിൽ കൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. ഈ ടെക്നിക്സ് ഓൾറെഡി സ്വാംശീകരിച്ച ഉദ്യോഗാർത്ഥികളൊക്കെ റാങ്ക് ലിസ്റ്റിലേക്ക് കയറി പോയിട്ടുണ്ട്. ശാസ്ത്രീയമായ കറക്കിക്കുത്താണിത്. ഒന്നും അറിയാതെ കണ്ണടച്ചുള്ള കറക്കിക്കുത്തല്ല. നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കുകയായിരിക്കുന്നു. ഓക്കെ, ഇനി ഉള്ള ഒരേ ഒരു ചോദ്യം 1 ആണോ 2 ആണോ ശരി എന്നുള്ളത് മാത്രം. ബിക്കോസ് ഇവിടെ 1 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. 1 ആണോ 2 ആണോ ശരി എന്നുള്ളത് മാത്രമാണ്. ഒന്നും പഠിക്കാതെ തന്നെ നിങ്ങൾ 50% എത്തി. പക്ഷെ കുറച്ചിത് ബേസിക് ലക്ഷ്മികാന്ത് എന്ന് പറയുന്ന പുസ്തകമുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ, അതിൽ നിന്നാണ് ചോദ്യങ്ങളെല്ലാം വരുന്നത്. ഞാൻ നിങ്ങൾ തൊട്ട് താഴെ പ്രൂവ് ചെയ്ത് കാണിക്കാം. ആ പുസ്തകത്തിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഫാക്ട് ആണിത്. അത് അവിടുന്ന് കോപ്പി പേസ്റ്റ് ചെയ്തൊരു ചോദ്യമാണ്. ഒന്നും പഠിക്കാതെ 50-50 എത്തിയെങ്കിൽ കുറച്ച് പഠിച്ചിട്ട് പോയാൽ ഇതിന്റെ ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും അല്ലെ? അപ്പൊ ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്ത് വരും? എ ആണ് ഇതിന്റെ ഉത്തരം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ആക്ച്വലി ശരി, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാര്യം ഇത് അമേരിക്കൻ ഫെഡറേഷനെയും ഇന്ത്യൻ ഫെഡറേഷനെയും തമ്മിൽ താരതമ്യം ചെയ്തുകൊണ്ട് ആ പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ള ഒരു നിരീക്ഷണമാണിത്. ഇന്ത്യ ഇസ് എൻ ഇൻഡിസ്ട്രക്ടബിൾ യൂണിയൻ ഓഫ് ഡിസ്ട്രക്ടബിൾ സ്റ്റേറ്റ്. ഇന്ത്യയെ നമുക്ക് നശിപ്പിക്കാൻ ഒക്കത്തില്ല, പക്ഷെ സംസ്ഥാനങ്ങളുടെ പേര് മാറ്റാം, അവരെ എന്ത് വേണമെങ്കിലും ചെയ്യാം. കാര്യം സംസ്ഥാനങ്ങൾക്ക് ഇന്ത്യയിൽ വലിയ പവർ ഇല്ല, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പൊ ഒന്നും പഠിക്കാതെ നിങ്ങൾ 50-50 എത്തി, പിന്നെ എന്തെങ്കിലും പഠിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അതാണ് എന്റെ പോയിന്റ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കറക്കി കുത്താനും പഠിക്കണം, അതിനോടൊപ്പം ആഴത്തിലുള്ള പഠനവും വേണം. ആഴത്തിലുള്ള പഠനം എന്ന് പറയുമ്പോൾ വാരി വലിച്ചുള്ള പഠനമല്ല. കൃത്യമായ പുസ്തകങ്ങളുണ്ട്, ആ പുസ്തകങ്ങളിൽ നിന്ന് മാത്രമാണ് ചോദ്യങ്ങൾ വരുന്നത്. കൃത്യമായ സോഴ്സസ് ഉണ്ട്. തലകുത്തി നിന്നുള്ള പഠനം അവിടെ വേണ്ട. ശാസ്ത്രീയമായ ഡിസിപ്ലിൻഡ് ആയ പഠനം മതി. നമുക്ക് മറ്റൊരു ചോദ്യം ജസ്റ്റ് ഒന്ന് നോക്കാം. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ കറക്കി കുത്താൻ പറ്റുന്നുണ്ടോ? ഒന്ന് നോക്കിക്കേ, ജസ്റ്റ് ഒന്ന് നോക്കിക്കേ. അതായത് കേരളത്തിലെ ജാതി വ്യവസ്ഥയെ സംബന്ധിച്ചുള്ള ചോദ്യമാണ്. ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം അല്ലെ? 3 പ്രസ്താവന ഉണ്ട്. ഈ തേർഡ് സ്റ്റേറ്റ്മെന്റ് കണ്ടോ? ചാന്നാർ അജിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു ജാതി മൂവ്മെന്റ് ആയിരുന്നു എന്ന് പറയുന്നത്. ചാന്നാർ എന്ന് പറയുന്നത് കേരളത്തിലെ ജാതിയാണ്. അപ്പൊ ചാന്നാർ അജിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു ജാതിപരമായ മൂവ്മെന്റ് ആയിരിക്കില്ലേ? ഓക്കെ, സുറിയാനി അജിറ്റേഷൻ, അല്ലെങ്കിൽ ഞാൻ കുറച്ച് വേർഡ്സ് മേഡപ്പ് ചെയ്യണം. നായർ അജിറ്റേഷൻ, പിള്ള അജിറ്റേഷൻ എന്നൊക്കെ പറയുന്ന ഒരു പേര്, അല്ലെങ്കിൽ ക്ഷത്രിയ അജിറ്റേഷൻ, അല്ലെങ്കിൽ സുറിയാനി അജിറ്റേഷൻ. അപ്പൊ ഇങ്ങനൊന്നും ഉണ്ടാവണമെന്നില്ല. ഞാൻ പറയുന്നത് ഒരു ജാതിയുടെ പേര് വെച്ചുകൊണ്ട് അതിന്റെ കൂട്ടം അജിറ്റേഷൻ, ലഹള എന്നൊക്കെ പേര് വരികയാണ്. ജാതിപരമായിട്ടുള്ള മൂവ്മെന്റ് തന്നെ ആയിരിക്കില്ലേ? അത് പച്ചവെള്ളം പോലെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ? അപ്പൊ തേർഡ് സ്റ്റേറ്റ്മെന്റ് ഉറപ്പാണ്, ശരിയാണ്, 100% ഉറപ്പല്ലേ? ഇത് കോമൺ സെൻസ് വെച്ചല്ലേ നമ്മൾ ചെയ്യേണ്ടത്.
അപ്പൊ തേർഡ് സ്റ്റേറ്റ്മെന്റ് ഉള്ള രണ്ട് ഓപ്ഷൻസ് ഇതാണ്. അപ്പൊ തേർഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. മറ്റൊരു കാര്യം ശ്രദ്ധിച്ചു, തേർഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയായേ പറ്റൂ. ബിക്കോസ് രണ്ടിലും ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. സോ 1ഉം 3ഉം ശരിയാണ്. ഒന്നും പഠിക്കാതെ വെറും കോമൺ സെൻസ് വെച്ച് മാത്രം നിങ്ങൾക്ക് എന്ത് കിട്ടി? രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ശരിയാണെന്ന് കിട്ടി. അപ്പൊ നമ്മൾ കുറച്ചും കൂടെ നിങ്ങളൊന്ന് പഠിച്ചിരുന്നെങ്കിൽ, ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഡേറ്റ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. കാര്യം ഞങ്ങൾ ക്ലാസ്സസിലൊക്കെ പഠിപ്പിക്കുന്നതാണ്. വെരി ബേസിക് ഡേറ്റയാണ് ഇതൊക്കെ. കേരളത്തിലെ ജാതി വ്യവസ്ഥ, നമുക്ക് കേരള സൊസൈറ്റി എന്നൊരു ഭാഗം KS-നകത്തുണ്ട്. അതിൽ നമ്മൾ പഠിക്കുന്ന അടിസ്ഥാനപരമായിട്ടുള്ള ബേസിക് ഫാക്ട് മാത്രമാണ്. പഠിച്ചു തുടങ്ങിയാൽ നിങ്ങൾക്ക് ഇത് കിട്ടും. പഠിക്കാതെ തന്നെ ഇത്രയും കിട്ടുന്നു. അപ്പൊ പഠിച്ചു തുടങ്ങിയുള്ള അവസ്ഥ എന്തായിരിക്കും ആലോചിക്കുക. പഠിക്കാതെ ഇവിടെ വരെ എത്തി, അപ്പൊ പഠിച്ചിരുന്നെങ്കിൽ അവസ്ഥ. അപ്പൊ അതാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ സി ആണ്, പഠിച്ചു തുടങ്ങുക. അപ്പൊ ഇതാണ് കോൺഫിഡൻസ്. നിങ്ങൾക്ക് വേണ്ടതാണ് കോൺഫിഡൻസ്. കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന ഒരു സ്ട്രാറ്റജി നിങ്ങളുടെ മനസ്സിൽ നിങ്ങളൊന്ന് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുക. എനിക്കറിയാം ഞാൻ പറയാൻ പോകുന്ന കുറച്ച് കട്ടിക്കാര്യങ്ങളാണ്. പക്ഷേ ഇതിന്റെ ഒരു 10% നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ജീവിതത്തെ നോക്കിക്കാണുന്ന രീതി തന്നെ മാറും. ഓക്കെ. എഗെയിൻ നമ്മുടെ മറ്റേ ബാച്ചസ് അവൈലബിൾ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ബാച്ച് അവൈലബിൾ ആണ്. LSTS SI കേരള ബാങ്ക് മെയിൻസ് ബാച്ചസ് അവൈലബിൾ ആണ്. ഒരു അഫോർഡബിൾ ഫീസ് സ്ട്രക്ചർ ആണ് ഇതിട്ടുള്ളത്. ഞങ്ങളുടെ ബാച്ചസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ബാച്ചസ് എക്സാം എന്നാണ് അതുവരെ ക്ലാസ് ആണ്. ഇപ്പം പല ഉദ്യോഗാർത്ഥികളുടെ കൺഫ്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ KS എന്ന് വിളിക്കുന്നുള്ളതാണ്. ഞങ്ങളുടെ ബാച്ചസിനകത്ത് നിങ്ങൾക്ക് എക്സാം എന്നാണോ അതുവരെ ക്ലാസ് ആണ്. മനസ്സിലായില്ലേ? കാര്യം യുദ്ധത്തിന്റെ തീയതി പ്രഖ്യാപിച്ചതിന് ശേഷമല്ല നമ്മൾ തയ്യാറെടുപ്പ് നടത്തേണ്ടത്. നമ്മൾ തയ്യാറായിരിക്കണം. അപ്പൊ യുദ്ധം എപ്പം വന്നാലും ജയിക്കാൻ നമ്മൾ റെഡി ആയിരിക്കും. ആ മെന്റാലിറ്റിയോടുകൂടി പഠിക്കുന്ന ആൾക്കാർക്കാണ് ഈ ഹയസ്റ്റ് റാങ്കിങ് പൊസിഷനിലേക്ക് എത്താൻ പറ്റുക. അതിന് ഡിസിപ്ലിൻ ആണ് വേണ്ടത്, മനക്കെട്ടിയാണ് വേണ്ടത്. കാര്യം ഈ ഒരു മാച്ചിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ ഏത് വിളിച്ചാലും, സെക്രട്ടേറിയറ്റ് ടെസ്റ്റിന്റെ വിളിച്ചാലും KS വിളിച്ചാലും നിങ്ങൾ അതിന് റെഡി ആയിരിക്കും. അപ്പൊ നമുക്ക് ടെൻഷൻ വേണ്ട. ഒരെണ്ണം എന്തായാലും വിളിച്ചേ പറ്റത്തുള്ളൂ. ഞാൻ ടു ബി ഫ്രാങ്ക് ഞാൻ പറയാം, KS അടുത്ത മാസം വിളിക്കും എന്നുള്ള വ്യാജ പ്രചരണം ഞാൻ നടത്തുന്നില്ല. KS എന്നായാലും വിളിച്ചേ പറ്റൂ, അത് ഉറപ്പാണ്. പക്ഷെ നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ഇന്ന് തുടങ്ങിയാൽ ഒരു വർഷത്തിനകം നമുക്ക് പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത്രയും വലിയ സിലബസ് ആണ്. അപ്പൊ എനിക്ക് നിങ്ങൾക്ക് പറയാനുള്ള കാര്യം, പഠിച്ചു തുടങ്ങുക. നിങ്ങൾക്ക് ധാരാളം ഫ്രീ റിസോഴ്സസ് നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ടെങ്കിലും പഠിച്ചു തുടങ്ങുക. അഫോർഡബിൾ കോഴ്സസ് നിങ്ങൾക്കുണ്ട്. എക്സാം എന്നാണോ അതുവരെ നിങ്ങൾക്ക് ക്ലാസ്സസ് ലഭിക്കുന്നതായിരിക്കും. അതാണ് പ്ലാറ്റിനം ബാച്ചസിന്റെ സവിശേഷത. സോ എനിക്ക് നിങ്ങൾക്ക് പറയാനുള്ളത് സിലബസ്. അപ്പൊ നിങ്ങൾ ചോദിക്കുന്ന കാര്യം, KS വലിയൊരു പരീക്ഷ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മറ്റു വലിയൊരു പരീക്ഷ, രണ്ടിനും ഒരുമിച്ചൊക്കെ പഠിക്കാൻ നടക്കൂ? ഒരുമിച്ച് പഠിക്കുന്നതേ നടക്കൂ. ബിക്കോസ് ഞാൻ ഈ പറഞ്ഞ പണ്ട് ഞാൻ കറക്കിക്കുത്തിന്റെ കാര്യം പറഞ്ഞത് എനിക്ക് വട്ടാന്ന് പലരും പറഞ്ഞത്. ഇന്ന് എല്ലാവരും അതിപ്പോ മാതൃകയാക്കി കോപ്പി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പം പറയാൻ പോകുന്ന സ്ട്രാറ്റജി ഒന്ന് കേൾക്കാം. അപ്പൊ ഇതിനുശേഷം ഒരുപക്ഷെ മറ്റു പല കോർപ്പറേറ്റുകൾ കോംബോ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്തിരിക്കും. ബിക്കോസ് ഈ സ്ട്രാറ്റജി വർക്കബിൾ ആണ്. അപ്പോ നിങ്ങളൊന്ന് കേക്ക്. ഞാൻ പറയാൻ പോകുന്ന ഒരു ലോജിക് നിങ്ങളുടെ തലച്ചോറൊന്നും ചിന്തിക്കാം. എനിക്ക് എത്ര പറയാനുള്ളൂ. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെയും കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെയും സിലബസ് ഭയങ്കര സിമിലർ ആണ്. നമുക്കൊന്ന് നോക്കാം. നമുക്ക് ഹിസ്റ്ററിയുടെ സിലബസ് നമുക്ക് നോക്കാം. ഹിസ്റ്ററി KS-ലേക്ക് വരുമ്പോഴത്തേക്കും എക്സ്ട്രാ വരുന്ന ഒരു പോർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏൻഷ്യന്റ് ഇന്ത്യ, പ്രാചീന ഇന്ത്യ മാത്രമാണ്. അതൊരു 10-20 മണിക്കൂർ ക്ലാസ്സിൽ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീരുന്നേ ഉള്ളൂ. ഡെയിലി 1 മണിക്കൂർ വെച്ച് 20 ദിവസം വർക്ക് ചെയ്താൽ ആ പോർഷൻ തീരും. ബാക്കി പോർഷൻസ് എല്ലാം 90% ഒന്ന് തന്നെയാണ്. ഇവിടുത്തെ നിങ്ങൾ നോക്കുക, ഇന്ത്യയുടെ ചരിത്രം, കേരളത്തിന്റെ ചരിത്രം, ലോകത്തിന്റെ ചരിത്രം. കേരള ചരിത്രം KS-ന് വരുന്ന എത്ര? ഡച്ചുകാരുടെ ആഗമനം മുതലാണ് ഏകദേശം പറയുന്നത് കേരള ചരിത്രം KS-ന്. പക്ഷേ ഇത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ സിലബസും ഇത് KS-ന്റെ സിലബസും ആണ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനോ കുറച്ചും കൂടെ പിന്നിലേക്ക്, അഡ്വെന്റ് ഓഫ് യൂറോപ്യൻസിലേക്കാണ്. അത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിലാണ് കേരള ഹിസ്റ്ററി കൂടുതൽ പഠിക്കാനുള്ളത്. എല്ലാ യൂറോപ്യന്മാരെയും പറ്റി അവിടെ പഠിക്കണം. പക്ഷെ KS-ലേക്ക് വരുമ്പോൾ ഡച്ചുകാർ മുതലാണ് പ്രാധാന്യമുള്ള ഏരിയ വരുന്നത്. പക്ഷെ ഇവിടുന്ന് ചോദ്യം വരും, അവിടുന്ന് ചോദ്യം വരും. അത് രണ്ടും ഒരുമിച്ച് പഠിക്കാം, സെറ്റാണ്. മറ്റൊരു കാര്യം ഞാൻ നിങ്ങളെ കാണിച്ചു തരട്ടെ. നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സിലബസിൽ അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ സിലബസിൽ വേൾഡ് വാർ 1 വേൾഡ് വാർ 2 പഠിക്കണ്ട. അതായത് സിലബസ് നോക്കാം. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള രാഷ്ട്രീയ ചരിത്രം മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. വേൾഡ് വാർ 1 വേൾഡ് വാർ 2 കൊടുത്തിട്ടില്ല. പക്ഷേ ഡിഗ്രി ലെവൽ പ്രിലിംസിലും മെയിൻസിലും ഒക്കെ അവിടെ നിന്ന് ഇഷ്ടം പോലെ ചോദ്യം വരാറുണ്ട്. എന്തുകൊണ്ടാണെന്നറിയോ? കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ സിലബസിൽ കൃത്യമായത് പറഞ്ഞിട്ടുണ്ട്. വേൾഡ് വാർ 1 വേൾഡ് വാർ 2 വേൾഡ് വാർസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ കോമൺ ഡിഗ്രി ലെവൽ പരീക്ഷകൾ പ്രിലിംസിലും മെയിൻസിലും ഒക്കെ KS സിലബസിൽ നിന്നാണ് ചോദ്യം വരുന്നത്. ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാൻ പറ്റുന്ന ഫാക്ടുകൾ മാത്രമാണ് ഞാൻ. ഇതെല്ലാം പ്രൂഫ് ഉള്ളതാണ്. നിങ്ങൾക്ക് അറിയാം വേൾഡ് വാറിൽ നിന്ന് ചോദ്യം വരുന്നുള്ള കാര്യം. അതുപോലെ നിങ്ങൾക്ക് അറിയോ കമ്മ്യൂണിസം, ക്യാപിറ്റലിസം, സോഷ്യലിസം
ഈ മേഖലയിൽ നിന്നും നമുക്ക് ഡിഗ്രി ലെവൽ ചോദ്യം വരാറുണ്ട്. സിലബസിനകത്ത് ഇതില്ല. KA സിലബസിൽ നിന്നാണ് നിങ്ങൾ ഇനി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പഠിക്കാൻ പോകുന്ന ചോദ്യം വരാൻ പോകുന്നത്. ഏത് ചോദ്യം? റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ. ഈസി ചോദ്യങ്ങൾ എല്ലാവരും ഉത്തരത്തിൽ എഴുതും. പക്ഷെ ഇത്തരം റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ വരുന്നത് KA സിലബസിൽ നിന്നാണെന്നുള്ളത് ഒരു പച്ചയായ സത്യമാണ്. ഹിസ്റ്ററിയുടെ കേസിൽ മാത്രമല്ല, ഇത് എല്ലാ സബ്ജക്റ്റിലെ അവസ്ഥ ഇതാണ്. എക്കണോമിക്സ്, സോഷ്യോളജി, എല്ലാ സബ്ജക്റ്റിന്റെ അവസ്ഥ ഇതാണ്. ഇതൊക്കെ എവിടെ നിന്ന് പഠിക്കണം എന്നുള്ള ബുക്ക് ലിസ്റ്റ് ഞാൻ നിങ്ങൾക്ക് താഴെ പറഞ്ഞുതരാം. ഇതിനൊരു റിലവൻസ് നിങ്ങൾക്ക് മനസ്സിലായോ? ഗാന്ധിയൻ ചരിത്രം KAS-നും ഉണ്ട്, സെക്രട്ടേറിയറ്റിനും ഉണ്ട്. അപ്പൊ ഒരെണ്ണം പഠിച്ചാൽ മതി, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രണ്ട് പരീക്ഷയ്ക്കും ഉപകാരപ്പെടാം. ഇവിടെ മറ്റൊരു ഹൈലൈറ്റ്, KAS-ന്റെ സിലബസ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പ്രിലിംസ് മെയിൻ സിലബസിനേക്കാളും ചെറുതാണ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പ്രിലിംസിന് ഒരു സിലബസ്, മെയിൻസിന് ഒരു സിലബസ്. KAS-ന് ഒറ്റ സിലബസേ ഉള്ളൂ. മെയിൻസിലേക്ക് വരുമ്പോൾ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ഇല്ലെന്നുള്ളതേ ഉള്ളൂ വ്യത്യാസം. അപ്പൊ ഇതിനകത്ത് ഏതാണ് വലിയ സിലബസ് എന്ന് ആലോചിച്ച് നോക്കിയത്? സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആണ്. അപ്പൊ അതിന് തയ്യാറെടുക്കുന്ന ഒരു വ്യക്തി KAS-ന് ഓട്ടോമാറ്റിക്കായി തയ്യാറായിക്കോളും. മനസ്സ് മാത്രം മതി. മനസ്സാണ് ദൈവം. അവസരം നിങ്ങളുടെ മുമ്പിലുണ്ട്. നിങ്ങൾ എന്തായാലും സെക്രട്ടേറിയറ്റിന് തയ്യാറെടുക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ KAS തയ്യാറെടുക്കുന്നില്ല? ഞാൻ ജോഗ്രഫിയുടെ സിലബസ് കാണിക്കട്ടെ. ജോഗ്രഫി ഇപ്പൊ ഡിസ്ക്രിപ്റ്റീവ് ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതാണ് പേടിയെങ്കിൽ അതിനുള്ള ഉത്തരം ഞാൻ താഴെ തരാം. ജോഗ്രഫിയുടെ സിലബസ് ഇത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ സിലബസ്, ഇത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ സിലബസ്. ഇത് 100% ഒന്ന് തന്നെയാണ്. ഇവിടെ നിന്ന് ചോദ്യങ്ങൾ ഇവിടെയും വരാറുണ്ട്, ഇവിടെ നിന്ന് ചോദ്യങ്ങൾ ഇവിടെയും വരാറുണ്ട്. സോ ഒറ്റ സിലബസ് പഠിച്ചാൽ നിങ്ങളുടെ ജോഗ്രഫി കേരള, ഇന്ത്യ, വേൾഡ് സെറ്റാണ്. പക്ഷെ പഠിക്കുമ്പോൾ KAS നിലവാരത്തിൽ തന്നെ പഠിക്കാം. അതാകുമ്പോൾ എത്ര ഡിഫിക്കൽട്ട് ചോദ്യങ്ങൾ സെക്രട്ടറി അസിസ്റ്റന്റ് വന്നാൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ജസ്റ്റ് പാസ് മാർക്ക് വാങ്ങിക്കുന്ന യൂണിവേഴ്സിറ്റി എക്സാം അല്ല, ഓരോ മാർക്കിനും വേണ്ടുന്ന ഫൈറ്റ് ആണ് നടത്തേണ്ടത്. നിങ്ങൾ ജോഗ്രഫിക്ക് പഠിക്കാൻ ഒരു 50 മണിക്കൂർ ഇൻവെസ്റ്റ് ചെയ്യുന്നെങ്കിൽ അത് KAS നിലവാരത്തിൽ പഠിക്കാൻ ഒരു 51 മണിക്കൂർ മതിയാവും. അപ്പൊ 1 മണിക്കൂർ നിങ്ങൾ എക്സ്ട്രാ ഇൻവെസ്റ്റ് ചെയ്താൽ എന്ത് പറ്റും? നിങ്ങളുടെ പഠന നിലവാരം, നിങ്ങളുടെ സ്റ്റൈൽ അല്ലെങ്കിൽ നിങ്ങളുടെ വേ ഓഫ് തിങ്കിങ് അത്രയും കൂടുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, KAS-ന് തയ്യാറെടുത്തു കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ എക്സാംസിന് നിങ്ങളുടെ ലെവൽ വേറെ ആയിരിക്കും. സിലബസ് അത്രയും സിമിലർ ആണ്. സ്പെഷ്യൽ ടോപ്പിക്സ് ആണ് മറ്റ് ഡിഗ്രി ലെവൽ എക്സാംസിന് എക്സ്ട്രാ വരാൻ പോകുന്നത് അല്ലെ? ഇതൊക്കെ നിങ്ങൾ അല്ലെങ്കിലും പഠിക്കുന്നതാണ്. പ്രിലിംസ്, കോമൺ ഡിഗ്രി പ്രിലിംസ് പഠിക്കുന്ന എല്ലാവരും KAS സിലബസിന്റെ വലിയൊരു ഭാഗം അതിന്റെ കൂടെ പഠിക്കുന്നതാണ്. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ KAS-ന് തയ്യാറെടുക്കുന്നില്ല? ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആണ് എന്നുള്ളതാണ് നിങ്ങളുടെ ഇഷ്യൂ എങ്കിൽ അതിനുള്ള സൊല്യൂഷൻ ഞാൻ താഴെ പറഞ്ഞുതരാം. ഇത് സയൻസ് ആൻഡ് ടെക്നോളജി സിലബസാണ്. KAS-ന്റെ സെക്ഷനിലേക്ക് വരുമ്പോഴത്തേക്കും ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്നുള്ള ഒറ്റ പോർഷൻ മാത്രം എക്സ്ട്രാ വരുന്നത്, ബാക്കിയെല്ലാം ഡിക്റ്റോ കോപ്പി പേസ്റ്റ് ആണ്. പിന്നെ നിങ്ങൾ കോമൺ ഡിഗ്രി പ്രിലിംസ് അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് നിങ്ങൾ ഇതൊക്കെ പഠിക്കുന്നതാ. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ KAS-ന് തയ്യാറെടുക്കുന്നില്ല? അതാണ് എന്റെ ചോദ്യം. മറ്റൊരു കാര്യം, ഈ സിലബസ് ഒക്കെ സിവിൽ സർവീസസിന്റെ ജനറൽ സ്റ്റഡീസ് പേപ്പർ 3-ലെ സയൻസ് ആൻഡ് ടെക്നോളജി കോപ്പി ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രസ്താവന മാതൃക ചോദ്യങ്ങൾ വരുന്നതും UPSC സിലബസിൽ നിന്നുള്ള കാര്യങ്ങൾ വരുന്നത്. അപ്പൊ അതാണ് നമ്മൾ അൾട്ടിമേറ്റ് ഷോർട്ട് കട്ട്. അതൊരു പ്രശ്നമല്ല, ഒരു അനുഗ്രഹമാണ്. ബിക്കോസ് ചോദ്യങ്ങൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അവിടുത്തെ ചോദ്യങ്ങൾ നോക്കിയാൽ മതി. ഞാൻ അതും നിങ്ങളെ പ്രൂവ് ചെയ്ത് കാണിച്ചു തരാം. നിങ്ങളുടെ എല്ലാ കൺസേൺസും ഞാൻ ഇവിടെ അഡ്രസ് ചെയ്യാം. എനിക്ക് നിങ്ങൾ തരേണ്ട ഒരു വാക്ക്, നിങ്ങൾ KAS നിലവാരത്തിൽ പഠിച്ചു തുടങ്ങുന്ന കോമ്പറ്റീഷൻ പുഷ് ചെയ്യുന്നത് മാത്രമാണ്. നമുക്ക് ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ നോക്കിയാലോ. സിവിക്സിന്റെ പോർഷൻ, കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെ? കോൺസ്റ്റിറ്റ്യൂഷൻ ഇത് KAS സിലബസ്, ഇത് ഡിഗ്രി ലെവൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സിലബസ്. രണ്ടും ഒന്ന് തന്നെയാണ്. ചെറിയ വ്യത്യാസമേ ഉള്ളൂ, വളരെ ചെറിയ വ്യത്യാസം. ഇവിടെ കണ്ടോ, പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ. ഇത് മെയിൻ സിലബസ്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻ സിലബസിന് കേരള ഗവർണൻസിൽ വരുന്നതാണ്. നിങ്ങൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് തയ്യാറെടുക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ KAS-ന്റെ സിലബസ് അതിനകത്ത് ഓൾറെഡി കവേർഡ് ആണ്. കുറച്ച് കാര്യങ്ങളാണ് എക്സ്ട്രാ പഠിക്കാനുള്ളത്. കൂടെ റൈറ്റിംഗ് പ്രാക്ടീസും അതൊക്കെ ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. ഞാൻ അറിയാത്തതുകൊണ്ട് ചോദിക്കുന്നത്, എന്റെ ഒരു സംശയം ഇതാണ്. നിങ്ങൾ സ്കൂൾ കാലഘട്ടത്തിലും കോളേജ് കാലഘട്ടത്തിലും ഒക്കെ ഡിസ്ക്രിപ്റ്റീവ് എക്സാം എഴുതിയ വ്യക്തിയാണ്. നിങ്ങളുടെ നാച്ചുറൽ ആയിട്ടുള്ള കഴിവ് മൊത്തം അവിടെ ആയിരിക്കുന്നത്. ഒബ്ജക്റ്റീവ് പരീക്ഷ നിങ്ങൾ കണ്ടു തുടങ്ങി ഇന്നാളാണ്. PSC പഠിക്കാൻ തുടങ്ങിയതിനു ശേഷം ഒബ്ജക്റ്റീവ് പരീക്ഷ കണ്ടു തുടങ്ങിയത്. പിന്നെ എന്തിനാണ് നിങ്ങൾ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനെ പേടിക്കുന്നത്? ഏറ്റവും എളുപ്പം ഡിസ്ക്രിപ്റ്റീവ് എക്സാംസ് ആണ്. ഒബ്ജക്റ്റീവ് എക്സാംസിലെ ചോദ്യങ്ങൾ പിന്നെ ക്യാൻസൽ ചെയ്യപ്പെടും. ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷയിലെ ചോദ്യങ്ങൾ ക്യാൻസൽ ചെയ്യത്തില്ല. നമുക്ക് അറിയാവുന്ന എഴുതി വെച്ചെങ്കിൽ മാർക്ക് അവിടെ വീണിരിക്കും. ഏറ്റവും എളുപ്പം ആക്ച്വലി ഡിസ്ക്രിപ്റ്റീവ് എക്സാം തന്നെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് സ്വപ്നം കാണാനുള്ള മനസ്സുണ്ടെങ്കിൽ, റിസ്ക് എടുക്കാനുള്ള മെന്റാലിറ്റി ഉണ്ടെങ്കിൽ, നമുക്കുള്ള അവസരങ്ങൾക്ക് എന്താ പറയാ, ഒരു ലിമിറ്റ് ഇല്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ഇതിന്റെ എന്താണ് ഒരു ഷോർട്ട് കട്ട്? അൾട്ടിമേറ്റ് ഷോർട്ട് കട്ട് എന്താണ്? ഒരു ഷോർട്ട് കട്ട് ഞാൻ പറഞ്ഞു തന്നു, ഇന്റലിജന്റ് എലിമിനേഷൻ ടെക്നിക്സ് അല്ലെ? അതിന് കൂടെ അത്യാവശ്യം പഠിക്കണം. എന്ത് പഠിക്കണം? സിവിൽ സർവീസസ് വെച്ച് പഠിക്കണം. ഞാൻ പറയുന്ന ഒരു കാര്യം ഇതാണ്, സിവിൽ സർവീസ് പഠിക്കണമെന്നില്ല PSC പഠിച്ച് പാസ്സാവാൻ.
ഇടയ്ക്ക് വെച്ച് ഒരു അപ്പർ ഹാൻഡ് അവർക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എല്ലാവർക്കും കാര്യങ്ങൾ അറിയാം. PSC പഠിപ്പിക്കണം, അതായത് ഡിഗ്രി ലെവൽ PSC പഠിപ്പിക്കണമെങ്കിൽ നമുക്ക് സിവിൽ സർവീസസ് ബാക്ക്ഗ്രൗണ്ട് വേണം. ആ ഒരു പ്രോസസ്സിൽ കൂടെ കടന്നു പോയ ഒരു വ്യക്തിക്ക് മാത്രമേ നിങ്ങളെ ഡിഗ്രി ലെവൽ PSC പഠിപ്പിക്കാൻ പറ്റുള്ളൂ. അതൊരു സത്യം മാത്രമാണ്. പക്ഷെ ഡിഗ്രി ലെവൽ PSCയിൽ റാങ്ക് നേടണമെങ്കിൽ സിവിൽ സർവീസ് ബാക്ക്ഗ്രൗണ്ട് വേണ്ട. കുറച്ച് എക്സ്ട്രാ എഫേർട്ട് ഇടാൻ ശ്രമിച്ചാൽ മതി. അത് ഇഷ്ടംപോലെ കണ്ടന്റ് നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. ഇത് കണ്ടോ, ഡിഗ്രി ലെവൽ ചോദിച്ചൊരു ചോദ്യം, സെയിം ചോദ്യം 2017 സിവിൽ സർവീസ് വന്നതാ. കോപ്പി പേസ്റ്റ്. എത്ര ചോദ്യങ്ങളാണ് കോപ്പി പേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് PSC UPSC നിന്ന്. അപ്പൊ നിങ്ങൾ വിചാരിക്കും PSC പാറ്റേൺ മാറ്റിയാലോ എന്ന് വിചാരിക്കും. ഈ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് ആ ഒരു പൊട്ടക്കിളത്തിലെ തവള എന്ന് പറയുന്ന ആ ഒരു ചിന്താഗതിയിലാണ്. തമിഴ്നാട് PSC നോക്കുക, നിങ്ങൾ പുറത്തേക്ക് തമിഴ്നാട്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, കർണാടക ഈ PSC പരീക്ഷകൾ നിങ്ങൾ നോക്കണം. അവിടുത്തെ പാറ്റേൺ ഇങ്ങനെ മാറിക്കഴിഞ്ഞു. പിന്നെ അവര് പിന്നെ പാറ്റേൺ മാറ്റാൻ പോയിട്ടില്ല. LDCയുടെ തമിഴ്നാട് ചോദ്യപേപ്പർ നിങ്ങൾ കണ്ടു നോക്കി, എത്ര നിലവാരമുള്ളതാണെന്ന് അറിയോ. ഇന്നത്തെ അത് വർഷങ്ങളായിട്ട് അവർ അങ്ങനെയാണ്. കേരള PSC ഇപ്പൊ മാറിയിട്ടുള്ളത്, അവർ ആ ട്രാക്കിലേക്കാണ് പോകുന്നത്. ഇതിന് തിരിച്ചുപോക്ക് ഇമ്പോസിബിൾ ആണ്, തിരിച്ചുപോക്ക് നടക്കില്ല. എവല്യൂഷൻ എന്ന് പറയുന്നത് അതാണല്ലോ, നമ്മളെ വളർന്നുകൊണ്ടിരിക്കും. നമുക്കൊരിക്കലും തിരിച്ചു പോകാൻ പറ്റില്ല. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. കഴിഞ്ഞ ഡിഗ്രി ലെവൽ പരീക്ഷകൾ, LDC പരീക്ഷകൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പൊ ഈ പാറ്റേണിലാണ് ഈ പോകുന്നത്. ഈ പാറ്റേൺ ഭാഗ്യത്തിന് എളുപ്പമാണ്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റാങ്ക് ഫയൽ കാണാതെ പഠിക്കുന്നതിന്റെ പകുതി ബുദ്ധിമുട്ട് പോലും ഇല്ല ഈ പാറ്റേണിലുള്ള പുസ്തകങ്ങൾ പഠിക്കാൻ. ഉദാഹരണത്തിന് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു കഴിഞ്ഞ ഡിഗ്രി ലെവൽ പരീക്ഷ വന്നൊരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇതൊക്കെ ലക്ഷ്മികാന്ത് എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് വളരെ കൃത്യമായി കൊടുത്തിട്ടുള്ളത്. അതുണ്ടോ, ഏറ്റവും കുറച്ച് പുസ്തകങ്ങൾ വെച്ച് മാത്രം പഠിച്ചാൽ മതി ഡിഗ്രി ലെവൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ പറയുന്നത്, വാരി വലിച്ച് പഠിക്കണം, സിവിൽ സർവീസ് ഉദ്യോഗാർത്ഥികളെ പോലെ പഠിക്കണം എന്നൊക്കെ പറയുന്നത് മിഥ്യാധാരണകളാണ്. ലൈൻ ബൈ ലൈൻ പഠിക്കണം, ഒന്നും വേണ്ട. സ്മാർട്ടായി പഠിക്കണം, ഡിസിപ്ലിനോട് കൂടി പഠിക്കണം. ബിക്കോസ് PSC ചോദ്യം ചോദിക്കുന്ന പുസ്തകങ്ങൾ ഞാൻ കാണിച്ചു തരാം. അതിനു മുമ്പ് ഞാൻ മറ്റൊരു കാര്യം കൂടെ കാണിച്ചോട്ടെ, ഒറ്റ കാര്യം കൂടെ. സിവിൽ സർവീസിനുള്ള ചോദ്യങ്ങൾ ഡിസ്ക്രിപ്റ്റീവിൽ വരുന്നുണ്ട്. ഉദാഹരണം, ഇത് കഴിഞ്ഞ KS ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷയിലെ ചോദ്യങ്ങളാണ്. ഈ ചോദ്യം 1995 സിവിൽ സർവീസ് മെയിൻസ് വന്നുള്ളതാണ്. എനിക്ക് അധികം പഠിക്കാഞ്ഞിട്ട് പോലും മെയിൻസ് പരീക്ഷയിൽ അത്രയും മാർക്ക് നേടാൻ സഹായിച്ചതിന്റെ റീസൺ ഇതാണ്. കേരള ഫാക്ടുകൾ ഒരിക്കലും UPSC ചോദിക്കില്ല. ആ ചോദ്യങ്ങൾക്ക് എനിക്ക് ഉത്തരം എഴുതാൻ പറ്റിയില്ല. പക്ഷെ മറ്റ് ചോദ്യങ്ങൾ, ജനറൽ നോളജിലെ മറ്റ് സെക്ഷനിലെ ചോദ്യങ്ങൾ മുഴുവൻ സിവിൽ സർവീസസ് മെയിൻസ് പരീക്ഷയിൽ പണ്ട് വന്നിട്ടുള്ളതായിരുന്നു. അപ്പൊ അത് ഒരു ബുക്ക് വെച്ച് പഠിച്ചിട്ട് പോയിക്കോ. ചെന്നിരുന്നപ്പോൾ ഇതെല്ലാം പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ്. അത് അങ്ങനെ വന്നു. കർണാടക അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ ചോദ്യപേപ്പർ നിങ്ങൾ എടുത്തു വെച്ച് നോക്കുക. വർഷങ്ങളായിട്ട് അവിടുത്തെ രീതി തന്നെയാണ്. ആ രീതിയിലേക്ക് PSC എത്തിയിട്ടേ ഉള്ളൂ. ഈ രീതിയിൽ തന്നെ ആയിരിക്കും PSC മുന്നോട്ട് പോവുക. നമ്മൾ എപ്പോഴും ഒരു വൈഡ് ക്യാൻവാസിൽ കാര്യങ്ങളെ നോക്കി കാണുമ്പോൾ നമുക്ക് കൂടുതൽ വിഷൻ കിട്ടും. നമ്മൾ നമ്മളിലേക്ക് നോക്കുന്നതിന് വരെ കുറച്ച് പുറത്തേക്ക് നോക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് കാര്യങ്ങൾ. അപ്പൊ ഈ രീതിയിൽ പഠിക്കുക. ഇതിൽ കൂടുതൽ എന്ത് പ്രൂഫാണ് ഞാൻ നിങ്ങൾക്ക് തരേണ്ടത്? എന്ത് പ്രൂഫ് തരേണ്ടത്? മനസ്സാണ് വേണ്ടത്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പഠിക്കുന്ന ഒരു വ്യക്തി KSന്റെ സിലബസ് ഓൾമോസ്റ്റ് കവർ ചെയ്ത് കഴിയും. അതിന് കൂടെ റൈറ്റിംഗ് പ്രാക്ടീസ് എന്ന് പറയുന്ന ഏറ്റവും ചെറിയൊരു ടാസ്ക്, ഏറ്റവും എളുപ്പമുള്ള പരിപാടി അതാണ്. പഠിച്ചു കഴിഞ്ഞാൽ റൈറ്റിംഗ് പ്രാക്ടീസ് തരാൻ വളരെ എളുപ്പമാണ്. അതും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് KSന് ഒരു കൈ നോക്കിക്കൂടെ? ഇത് നിങ്ങൾ നിങ്ങളുടെ യുക്തിയോട് തന്നെ ചോദിച്ചു നോക്കി. എന്തുകൊണ്ട് നിങ്ങൾ KSന് തയ്യാറെടുക്കുന്നു? എല്ലാവരും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് തയ്യാറെടുക്കുന്നു. എന്തുകൊണ്ട് നിങ്ങൾ KSന് തയ്യാറെടുക്കുന്നില്ല? അത് നിങ്ങളോട് തന്നെ ചെയ്യുന്നൊരു തെറ്റല്ലേ? KS വിളിക്കത്തില്ലെന്നാണ് നിങ്ങൾ വിചാരമെങ്കിൽ നിങ്ങൾ സെക്രട്ടേറിയറ്റ് തയ്യാറെടുക്കുന്നെങ്കിൽ അതിന് തയ്യാറെടുപ്പ് കഴിഞ്ഞു. അപ്പൊ വിളിച്ചാൽ നിങ്ങൾക്ക് എഴുതിക്കൂടെ? KS ഇല്ലാതെ കേരള ബ്യൂറോക്രസിക്ക് നിലനിൽക്കാൻ പറ്റില്ല. താമസിച്ചാലും അത് വിളിച്ചിരിക്കുക. ഇലക്ഷൻസും മറ്റു പല കാര്യങ്ങൾ വരാൻ പോവാണ്. പോസ്റ്റ് ക്രിയേഷൻസിന്റെ കാര്യങ്ങൾ ചർച്ച നടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആ ഒരു മെന്റാലിറ്റിയിൽ മുന്നോട്ട് പോകും. നമുക്ക് എപ്പോഴും പഠിക്കാതിരിക്കാൻ 100 കാരണങ്ങൾ കിട്ടും. പഠിക്കാൻ ഒരൊറ്റ കാരണമേ ഉള്ളൂ, മോട്ടിവേഷൻ. ആ ഒരു എന്താ പറയുക, കൊടിവെച്ച കാറിൽ ബീക്കണിട്ട ലൈറ്റിൽ പോകുന്ന ഒരു അവസ്ഥ. അത് നിങ്ങൾ ആലോചിച്ചാൽ മതി. അത് വലിയ സംഭവമാണെന്നല്ല പറയുന്നത്, പക്ഷെ എന്താ പറയുക, ഒരു വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണത്, അല്ലെ? അപ്പൊ ചോദ്യങ്ങൾ വരുന്ന പുസ്തകങ്ങൾ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്. വാരി വലിച്ച് പഠിക്കരുത്. പണ്ട് നിങ്ങൾ പഠിക്കുന്ന റാങ്ക് ഫയൽസ്, ഈ റാങ്ക് ഫയൽസ് ഇന്നും റിലവന്റ് ആണ്. പക്ഷെ പണ്ടത്തെ അത്ര റിലവൻസ് ഇല്ലെന്നേ ഉള്ളൂ. റാങ്ക് ഫയൽസ് ഇല്ലാതെ ഇപ്പോഴും റാങ്ക് ഫയൽസ് വെച്ച് തന്നെ പഠിക്കണം പല ടോപ്പിക്സും. പക്ഷെ ഈ ബുക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റാങ്ക് ഫയലിനേക്കാൾ എളുപ്പമാണ് വായിക്കാൻ. ഒരു കഥയോ കവിതയോ വായിക്കുന്നില്ല വായിക്കാം. ബിക്കോസ് ഡിസ്ക്രിപ്റ്റീവ് ആണ്. നമ്മൾ പണ്ട് SCERTകളും NCERTകളും സ്കൂൾ കാലഘട്ടത്തിൽ പഠിച്ചത് എങ്ങനെയാണോ അങ്ങനെയാണ് ഇവിടെയും പഠിക്കേണ്ടത്. അതല്ലേ രസം? കാണാതെ പഠിക്കുന്നതാണോ രസം? ഇതാണോ രസം? ഈ പുസ്തകങ്ങൾ വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ PSC സ്വപ്നം സേഫ് ആണ്. കാര്യം ഇതിന്റെ പുറത്തുനിന്നൊരു ചോദ്യം വന്നാൽ പോലും ഇതിലെ ഡേറ്റ് വെച്ച് നമുക്ക് കറക്കി കുത്താൻ പറ്റും. കാര്യം കറക്കി കുത്തുന്ന കാര്യം കുറച്ച് കാര്യം നമുക്ക് അറിഞ്ഞിരിക്കണം. അത് വെച്ചാണ് നമ്മൾ കറക്കി കുത്തുന്നത്. വളരെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഞങ്ങൾ ക്ലാസ്സസ് എടുക്കുന്നത് ഇതേ ബുക്ക് ലിസ്റ്റ് വെച്ച് തന്നെയാണ്. അതിന് കൂടെ റാങ്ക് ഫയലിലെ ഫാക്ടുകളും പഠിപ്പിക്കും. രണ്ടും നമുക്ക് ഒരുമിച്ച് വേണം. ഒരെണ്ണം ഉപേക്ഷിക്കാൻ പാടില്ല. UPSC ബുക്ക് ലിസ്റ്റും വേണം, അതുകൊണ്ട് ഒപ്പം തന്നെ റാങ്ക് ഫയലിലെ ഫാക്ടുകളും വേണം. അത് ഇന്റഗ്രേറ്റ് ചെയ്ത് തന്നെ പഠിക്കണം.
സെക്രട്ടേറിയറ്റിന് പഠിക്കുന്ന എല്ലാവരും ഇങ്ങനെ തന്നെ പഠിക്കണം. അപ്പൊ ഓട്ടോമാറ്റിക്കായി നിങ്ങൾ എന്താവും KAS പ്രിപ്പയർഡ് ആയിക്കോളും. അപ്പൊ എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ചലഞ്ച് ഇതാ. ഞാൻ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതായത് സ്വപ്നം കാണാനുള്ള ചങ്കൂറ്റം ഉള്ള വിദ്യാർത്ഥികൾ ഈ രീതിയിൽ തന്നെ പഠിക്കുക. എന്ത് നഷ്ടമാണ് നിങ്ങൾക്ക് വരാനുള്ളത്? എന്താണ് നിങ്ങൾക്ക് നഷ്ടം സംഭവിക്കാനുള്ളത്? സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് തയ്യാറെടുക്കുന്ന ഒരു വ്യക്തിക്ക് KAS തയ്യാറെടുപ്പ് നടത്താൻ എന്ത് എക്സ്ട്രാ എഫേർട്ടാണ് വേണ്ടത്? ഓക്കെ, റൈറ്റിംഗ് പ്രാക്ടീസ് ഒരു എലമെന്റ് അല്ലാതെ എന്ത് എക്സ്ട്രാ എഫേർട്ടാണ് വേണ്ടത്? അപ്പൊ നിങ്ങൾ ആ ഒരു അവസരം എക്സ്പ്ലോർ ചെയ്യാതിരിക്കാൻ നിങ്ങൾ നിങ്ങളോട് തന്നെ ചെയ്യുന്ന തെറ്റാണ്. ബിക്കോസ് കേരള ബ്യൂറോക്രസി ഡിഗ്രി ലെവലിൽ കോമ്പറ്റീഷൻ ഇല്ല. ഇത്രയും കോമ്പറ്റീഷൻ ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ ഫ്യൂച്ചറിന്റെ അവസ്ഥ? ഒന്ന് ആലോചിച്ച് നോക്കാം. ഒരു കേരളം പോലെ അല്ലെങ്കിൽ ഇന്ത്യ ഡെവലപ്പിംഗ് കൺട്രിയിൽ ഒരു ക്വാളിറ്റി ബ്യൂറോക്രാറ്റ്സ് എല്ലാവരും 10th +2 ലെവൽ പോസ്റ്റുകളിൽ ഒതുങ്ങി കൂടിക്കഴിഞ്ഞാൽ ഡിഗ്രി ലെവൽ പോസ്റ്റുകളുടെ അവസ്ഥ എന്തായിരിക്കും? നിങ്ങൾ സ്വപ്നം കാണുക, നിങ്ങൾ സ്വപ്നങ്ങൾ നിങ്ങൾ ചിറകുകൾ കൊടുക്കുക. ഈ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറഞ്ഞു. അപ്പൊ എനിക്ക് അറിയാൻ പറ്റും നിങ്ങൾക്ക് എത്രത്തോളം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്നുള്ളത് എനിക്ക് അപ്പോഴേ അറിയാൻ പറ്റുള്ളൂ. വ്യവസായ വിപ്ലവത്തെ പറ്റിയുള്ള ഒരു ചോദ്യമാണ്. നിങ്ങൾ അതിനെപ്പറ്റി ഒന്നും പഠിച്ചില്ലെന്ന് ഇരിക്കട്ടെ. വ്യവസായ വിപ്ലവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങൾ മെഷീൻസ് ചെയ്തു തുടങ്ങി അല്ലെ? ഹ്യൂമൻ ബീങ്സ് ചെയ്യുന്ന കാര്യങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള മെഷീൻസ് ചെയ്തു തുടങ്ങി. അങ്ങനെ വരുമ്പോൾ ഇതിനകത്ത് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയായിട്ടുള്ളത്? ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റ്? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ? ഇൻക്രീസ് ഇൻ അൺഓട്ടോമേറ്റഡ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. മെഷീൻസ് വന്നപ്പോൾ എല്ലാം ഓട്ടോമാറ്റിക് ആയി തുടങ്ങിയോ, അല്ലെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് അൺഓട്ടോമേറ്റഡ് ആയി തുടങ്ങിയോ? നിങ്ങൾ NCERT SCERT ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ തന്നെ ഇത് ഉത്തരം കിട്ടും. കമന്റ് സെക്ഷനിൽ പറയാം. ബിക്കോസ് ഇതൊരു യുദ്ധമാണ്. ധാരാളം വലിയൊരു അവസരമാണ് വരാൻ പോകുന്നത്. 2024 ഒരു മാസ് റിട്ടയർമെന്റ് കഴിഞ്ഞിട്ടിരിക്കുകയാണ് ഡിഗ്രി ലെവലിൽ. ഇലക്ഷൻസ് വരാൻ പോകുന്നു. ചീഫ് സെക്രട്ടറി ലെവലിൽ KAS പറ്റി ചർച്ചകൾ നടക്കുന്നു. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്തായാലും വരുന്നുള്ളവരെ എല്ലാവർക്കും ഉറപ്പാണ്. ഇത്രയും വലിയ അവസരങ്ങൾ എക്സൈസ് ഇൻസ്പെക്ടർ, സബ് ഇൻസ്പെക്ടർ പരീക്ഷ വരാൻ പോകുന്നു. ഇത്രയും വലിയ അവസരം നമ്മുടെ മുമ്പിൽ ഉള്ളപ്പോൾ ആ അവസരം പാഴാക്കുന്നത് തെറ്റല്ലേ? നമുക്ക് സ്വപ്നം കാണാൻ പഠിക്കാം. ഇത് നിങ്ങൾ മനസ്സിലിരുന്നാൽ മതി. ദ മോർ യു സ്വെറ്റ് ഇൻ പീസ് ദ ലെസ് യു ബ്ലീഡ് ഇൻ വാർ. സോ യുദ്ധമാണ്. യുദ്ധത്തിന്റെ ഡേറ്റ് ഡിക്ലെയർ ചെയ്യുന്നവരെ തയ്യാറെടുപ്പ് നടത്താതിരിക്കരുത്. ഇപ്പം തയ്യാറായിട്ടിരിക്കുക. യുദ്ധം എന്ന് വന്നാലും നമ്മൾ വിജയത്തിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കുന്നതാണ്. ഈ ചോദ്യത്തിന് ഉത്തരം കമന്റ് സെക്ഷനിൽ പറയാ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളൊരു സപ്പോർട്ട് ചാനലിൽ തരിക കേട്ടോ. അപ്പോഴാണ് ഞങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ എനർജി വരുന്നത്. താങ്ക് യു. ബൈ.